12/12/2024 സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാർ സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ. ഈ ദിവസവും ഈ 3 പേരുകളും മറക്കരുത്. പ്രത്യേകിച്ച് പള്ളി കുഴിച്ച് ശിവലിംഗം തിരയാൻ പോകുന്നവർ. 1991 ആരാധനാലയ നിയമം രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ്. നിയമപ്രകാരം 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു ആരാധനാലയം ഏതവസ്ഥയിൽ ആയിരുന്നുവോ അതേ അവസ്ഥയിൽ ആ ആരാധനാലയം തുടരണം. ഹർജി, അപ്പീൽ എന്നിവയാൽ ഒരു ആരാധനാലയത്തിൻ്റെയും സ്വഭാവം മാറ്റരുത്. 1947 ഉള്ള ഒരു മുസ്ലിം പള്ളി 2024 അതിനുശേഷവും മുസ്ലിം പള്ളിയായി തന്നെ തുടരണം എന്ന് ചുരുക്കം. ഈ നിയമത്തിൻ്റെ കടക്കൽ കത്തിവെച്ചാണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഗ്യാൻവാപ്പിയിൽ അന്ന് സർവേ അനുവദിച്ചത്. ഈ നിയമം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടാണ് BJP നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ, സുബ്രഹ്മണ്യൻ സ്വാമി എന്നിവർ ഹർജി നൽകിയത്. ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക 3-അംഗ ബെഞ്ച് രാജ്യത്തിൻ്റെ പ്രതീക്ഷ കാത്തു. സംഭാലിലെയും ഗ്യാൻവാപ്പിയിലെയും പള്ളി പൊളിക്കാൻ കാത്തിരുന്നവർക്ക്, താജ്മഹൽ തേജോമഹാലയമാക്കി മാറ്റാൻ തിടുക്കം കാണിച്ചവർക്ക്, അജ്മീർ ദർഗയിൽ അവകാശവാദം ഉന്നയിച്ചവർക്ക് ഇതാ സുപ്രീം കോടതിയുടെ മറുപടി. ആരാധനാലയങ്ങളുടെ സ്വഭാവം മാറ്റണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് ഒരു കോടതിയിലും പുതിയ ഹർജികൾ സ്വീകരിക്കരുത്. പുതിയ സ്യൂട്ടുകൾ രജിസ്റ്റർ ചെയ്യാനോ നിലവിലുള്ള കേസുകളിൽ സർവേ അടക്കമുള്ള ഒരു നടപടിയും സ്വീകരിക്കാനോ പാടില്ല. നിയമത്തിൻ്റെ സാധുത സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മറ്റു കോടതികൾ വിഷയത്തിൽ ഇടപെടേണ്ട. ഹർജികളിൽ 4 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ മറുപടി നൽകണം. ആ മറുപടി ആർക്കും വായിക്കാവുന്ന വിധത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇതാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞത്. ഇതോടെ കാശി, മഥുര, സംഭാൽ തുടങ്ങി എല്ലാ കേസുകളിലും സ്റ്റേ നിലവിൽ വന്നു. വിവിധ ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് പല കോടതികളിലായി കുറഞ്ഞത് 18 ഹർജികളെങ്കിലും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം സ്റ്റേ ചെയ്യണമെന്നും 91 ആരാധനാലയ നിയമം തുടരണമെന്നും അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തിയായി എതിർത്തു. കേസുകളുമായി ബന്ധമില്ലാത്ത ഒരാൾ വന്ന് എല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ എങ്ങനെ ശരിയാകും എന്നായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അതിനുള്ള മറുപടിയും സുപ്രീം കോടതി ഇന്നലെ നൽകി. അയോധ്യ കേസിൽ ആരാധനാലയ നിയമത്തിലെ തത്വങ്ങൾ 5-അംഗ ഭരണഘടനാ ബെഞ്ച് സ്പഷ്ടമാക്കിയതാണ്. അത് മറികടക്കാൻ വിചാരണ കോടതികൾക്ക് കഴിയുമോ എന്ന ജസ്റ്റിസ് KV വിശ്വനാഥന്റെ ചോദ്യത്തിന് മുന്നിൽ തുഷാർ മേത്തയ്ക്ക് ഉത്തരം മുട്ടി. ആരാധനാലയ നിയമത്തിൻ്റെ 3-4 വകുപ്പുകൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണെന്നും ജസ്റ്റിസ് KV വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടി. എന്താണ് ഈ 3-4 വകുപ്പുകളുടെ പ്രത്യേകത? ആരാധനാലയം നിലനിൽക്കുന്ന സ്ഥലം മറ്റൊരു വിഭാഗത്തിൻ്റെ ആവശ്യപ്രകാരം മാറ്റുന്നത് 3-ാം വകുപ്പ് വിലക്കുന്നു. ആരാധനാലയത്തിൻ്റെ സ്വഭാവത്തിൽ കോടതികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന് കൃത്യമായി പറയുന്നതാണ് 4-ാം വകുപ്പ്. ഈ 2 വകുപ്പുകളാണ് ഹിന്ദുത്വവാദികളുടെ കണ്ണിലെ കരട്. ആ കരട് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് തൽക്കാലം സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു പൊടിക്കടങ്ങാം. പള്ളി പൊളിക്കാൻ വരട്ടെ, രാജ്യത്ത് കോടതിയുണ്ടെന്ന് സാരം. ഗ്യാൻവാപ്പിയിൽ സർവേക്ക് ഉത്തരവിട്ട ചന്ദ്രചൂഡിൻ്റെ കോടതിയല്ല സഞ്ജീവ് ഖന്നയുടെ കോടതി.